ഹലോ എവരിവൺ. ഇപ്പോൾ പക്ഷിപ്പനിയുടെ സീസണാണ്. എല്ലാവരും ന്യൂസുകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. പക്ഷിപ്പനി ഇങ്ങനെ പടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എടുക്കേണ്ട മുൻകരുതൽ എന്തൊക്കെയാണ്? അതേപോലെ നമുക്ക് പക്ഷിപ്പനി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പക്ഷിപ്പനി ആദ്യം നമുക്ക് വന്നു കഴിഞ്ഞാലുള്ള സിംറ്റംസ് നോക്കാം. നമുക്ക് ചെറുതായിട്ടുള്ള തൊണ്ടവേദന. നമുക്ക് സാധാരണ ജലദോഷം വരുമ്പോഴൊക്കെ വരുന്ന പോലെ തൊണ്ടവേദന തന്നെ ആദ്യം തുടങ്ങും. തൊണ്ടവേദന വരാം, അല്ലെങ്കിൽ മൂക്കിൽ ചൊറിച്ചിൽ വന്നിട്ട് നല്ല റൈനൈറ്റിസ്, നല്ല ജലദോഷം, പനി. ഇതിൽ മെയിനായിട്ട് വരുന്ന സിംറ്റംസ് ആണ് പനി. നല്ല ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ടൈമിൽ നല്ല പനി വരിക, അതും വിട്ട് വിട്ട് വന്നുകൊണ്ടിരിക്കുക, ഇടയ്ക്ക് കുറയും പിന്നെയും വരിക, അങ്ങനത്തെ ടൈപ്പ് പനികൾ. അതേപോലെ നല്ല തലവേദന, ചിലർക്ക് വന്നിട്ട് നല്ല ഛർദി, അതേപോലെ വയറിളക്കം, നല്ല വയറുവേദന. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന പക്ഷിപ്പനിയിൽ കണ്ടുവരുന്ന സിംറ്റംസ്. ഇനി പക്ഷിപ്പനി നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയാൽ, നമ്മളിപ്പോൾ പൗൾട്രി ആയിട്ട് അല്ലെങ്കിൽ ഈ പക്ഷികളുമായിട്ട് നല്ല ഇടപഴകുന്ന ഒരാളാണ്. അതിൻ്റെ വേസ്റ്റ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. വേസ്റ്റ് മീൻസ് നമ്മൾ അതിൻ്റെ കൂട്ടിൻ്റെ അകത്ത് കയറി അതിൻ്റെ വേസ്റ്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കോൺടാക്ട് വരാറുണ്ടെങ്കിൽ അവർക്ക് ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മെയിനായിട്ട് ഇത് പക്ഷികളുമായിട്ട് ഇടപഴകുന്ന ആളുകൾക്കാണ് ഇത് വരാറ്. അതേപോലെ അൺകുക്ക്ഡ്, പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാതെ ഇതിൻ്റെ മീറ്റോ എഗ്ഗോ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും അഡ്വൈസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നല്ല പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക. അതേപോലെ കൈ നല്ല വൃത്തിയായിട്ട് കഴുകണം. ഒരു 20 to 25 സെക്കൻഡെങ്കിലും സോപ്പിൽ നല്ല കൈയിൻ്റെ ഇടയിൽ, നഖത്തിൻ്റെ ഇടയിൽ ഇതൊക്കെ അഴുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതൊക്കെ കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഇതൊക്കെ വരാതെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു സിംറ്റംസ് ഇതേപോലെ സിവിയർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സാധാ പനിയാണ്, സാധാ ജലദോഷം അല്ലെങ്കിൽ തൊണ്ടവേദന ക്ലൈമറ്റിനനുസരിച്ച് വരുന്ന അസുഖമാണെന്ന് വിചാരിച്ചിരിക്കരുത്. 2 ദിവസത്തിൽ കൂടുതൽ ഇത് പെർസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെയുള്ള ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.